നമസ്കാരം. കേന്ദ്ര ഗവൺമെന്റിന്റെ വമ്പൻ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കുകയാണ് മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അമിതമായ പ്രചാരത്തിൽ വീണിരിക്കുകയാണ് രാജ്യം എന്നാണ് രഘുറാം രാജൻ കുറ്റപ്പെടുത്തിയത്. അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇന്ത്യയിൽ പരിഹരിക്കപ്പെടേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നല്ല നിലയിലേക്ക് നയിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പൂർണ്ണമായ കരുത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നും രഘുറാം രാജൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തെ തൊഴിൽ മേഖലയുടെ നൈപുണികത മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് പ്രധാന വെല്ലുവിളി. അതിൽ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ രാജ്യത്തെ യുവതലമുറയുടെ നേട്ടം ഇന്ത്യക്ക് ലഭിക്കില്ലെന്നും രാജൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഏറ്റവും വലിയ അബദ്ധം വഴിതെറ്റിപ്പിക്കുന്ന പ്രചാരണത്തിൽ വീണുവെന്നതാണ്. ആ പ്രചാരണം സത്യമാണെന്ന് തെളിയിക്കാൻ വർഷങ്ങളുടെ കഠിനാധ്വാനം ആവശ്യമാണ്. ഇത്തരം പ്രചാരണങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ്. ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് കാണിക്കാനാണിത്. എന്നാൽ അതിൽ കവിഞ്ഞ് നമ്മൾ ആ പ്രചാരണം പൂർണ്ണമായും വിശ്വസിച്ചാൽ അതൊരു ഗുരുതരമായ അബദ്ധമായിരിക്കുമെന്നും മുൻ റിസർവ് ബാങ്ക് ഗവർണർ ചൂണ്ടിക്കാണിച്ചു. 2047 വികസിത രാജ്യമാക്കാമെന്ന മോദിയുടെ ആഗ്രഹത്തെയും രാജൻ തള്ളി. നമ്മുടെ നിരവധി കുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ സ്കൂൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്നും രഘുറാം രാജൻ പറയുന്നു. നമുക്ക് വലിയൊരു തൊഴിൽ മേഖലയും അതുപോലെ തന്നെ തൊഴിലാളികളുമുണ്ട്. പക്ഷേ ഇവർ നല്ല ജോലികൾ ചെയ്താൽ മാത്രമേ അതിന്റെ ഗുണം നമുക്ക് ലഭിക്കൂ. അതാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം. ഈ തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് രാജ്യമാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും രാജൻ പറഞ്ഞു. കോവിഡിന് ശേഷം ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെ പഠന മികവ് പിന്നോട്ട് പോയിരിക്കുകയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വെറും 20.5% 3ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് 2ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നത്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് വിയറ്റ്നാം അടക്കം ഏഷ്യൻ രാജ്യങ്ങൾക്കും പിന്നിലാണെന്ന് രഘുറാം രാജൻ പറഞ്ഞു. ഇത്തരമൊരു സ്ഥിതിയിലാണ് എന്നിരിക്കെ അതിനെയൊക്കെ തമസ്കരിച്ച് ഇന്ത്യ കുതിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയാണ് മോദി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രഘുറാം രാജൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ ജനത കണക്കിലെടുക്കുകയാണെങ്കിൽ പണ്ട് വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിന് ലഭിച്ച തിരിച്ചടി മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തിനും സംഭവിക്കും എന്നുറപ്പ്.